ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ +2 ഇംഗ്ലീഷ് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ 8 മാർക്സിൻ്റെ ക്വസ്റ്റ്യനായിട്ട് എല്ലാ തവണയും ചോദിക്കാറുള്ളതാണ്. ജോബ് ആപ്ലിക്കേഷൻ ആൻഡ് റെസ്യൂമി. ഈ ചോദ്യത്തിൽ ജോബ് ആപ്ലിക്കേഷനും എഴുതണം, റെസ്യൂമിയും എഴുതണം. അതിനാണ് 8 മാർക്സ്. ലാസ്റ്റ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ് മോഡലായിട്ട് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിലോ ഇസ് ദ അഡ്വർടൈസ്മെൻറ്റ് ഓഫ് സമാൻ ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജനറൽ മാനേജർ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഒരു പരസ്യമാണ്, അഡ്വർടൈസ്മെൻ്റ് ആണ്. സമാൻ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, അതായത് ഇർഫൻ ആലമിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസേഷനാണ് സമാൻ. അപ്പോൾ അവിടേക്ക് ജനറൽ മാനേജറിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റാണ് ഇത്. ഡ്രാഫ്റ്റ് ജോബ് ആപ്ലിക്കേഷൻ വിത്ത് റെസ്യൂമി. ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമിയും റെഡിയാക്കണം. വേക്കൻസി ജനറൽ മാനേജർ സമാൻ ഫൗണ്ടേഷൻ. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ. ജനറൽ മാനേജറിൻ്റെ പോസ്റ്റിനാണ് വേക്കൻസി ഉള്ളത്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്, അതായത് ഡിഗ്രി. ഏജ് 20 to 30. പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇൻ ഇംഗ്ലീഷ് വേണം. അതേപോലെ സെൻഡ് റെസ്യൂമി ടു samanhr@gmail.com. നമുക്ക് റെസ്യൂമി ഇതിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത്. സോ ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് എഴുതണേന്ന് നോക്കാം. ആദ്യം ജോബ് ആപ്ലിക്കേഷൻ നോക്കാം. ജോബ് ആപ്ലിക്കേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുന്നു. അതിൻ്റെ താഴെ ഫ്രം അഡ്രസ്സ് എഴുതണം. ഫ്രം അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അയാൾക്കുടെ അഡ്രസ്സ്. ഇവിടെ ഞാൻ അനു സതീഷ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട്. അനുവിൻ്റെ ഫ്രം അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്, റോസ് വില്ല, കൊച്ചിൻ, കേരള. അതിൻ്റെ താഴെ ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതുമ്പോൾ നമ്മൾ സാധാരണ ഡേറ്റ് എഴുതുന്ന പോലെയല്ല. നമ്മൾ സാധാരണ എഴുതുമ്പോൾ 12/2/2025 എഴുതും. പക്ഷേ ഒരു ലെറ്ററിലൊക്കെ എഴുതുമ്പോൾ 12 February 2025 കണ്ടോ, ഇങ്ങനെ എഴുതണം, ഫുള്ളായിട്ട് എഴുതണം. ടു അഡ്രസ്സ് നോക്കിയേ, സമാൻ ഫൗണ്ടേഷൻ, PB നമ്പർ 345, പാറ്റ്ന, ബീഹാർ. ഇത് ഞാൻ സ്വന്തമായിട്ട് ഒരു അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളൂ. സമാൻ ഫൗണ്ടേഷൻ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതണം, കാരണം ചോദ്യത്തിൽ സമാനിലേക്കാണല്ലോ ഇത് അയക്കേണ്ടത്, അതുകൊണ്ട്. അതിൻ്റെ താഴെ നോക്കിയേ, ഡിയർ സർ, കണ്ടോ, സല്യൂട്ടേഷനായിട്ട് ഡിയർ സർ എന്ന് കൊടുത്തു. അപ്പോൾ എന്തൊക്കെയാണ്? ഫ്രം അഡ്രസ്, ഡേറ്റ്, ടു അഡ്രസ്, സല്യൂട്ടേഷൻ. ഇനി നമുക്ക് സബ്ജക്റ്റാണ് എഴുതേണ്ടത്. ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജനറൽ മാനേജർ. ജനറൽ മാനേജർ എന്നുള്ള പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കേഷൻ. I am writing to express my strong interest in the general manager role at സമാൻ ഫൗണ്ടേഷൻ. എനിക്ക് ജനറൽ മാനേജർ എന്നുള്ള റോളിലേക്ക് താല്പര്യമുണ്ട് എന്ന് അറിയിക്കുന്നതിനാണ് ഇത് എഴുതുന്നത്. ആസ് അഡ്വർടൈസ്ഡ് ഇൻ പബ്ലിക്കേഷൻ ഓൺ 11th February 2025. 11th February 2025 ഒരു പബ്ലിക്കേഷനിൽ ഞാനൊരു പരസ്യം കണ്ടിരുന്നു, അതിനനുസരിച്ചാണ് ഇത് എഴുതുന്നത്. With 3 years of experience in management field, I am confident that my skills and qualifications make me an ideal candidate for this position. അപ്പോൾ മാനേജ്മെൻറ്റ് ഫീൽഡിൽ എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആണ്. എൻ്റെ കഴിവുകളും എൻ്റെ സ്കിൽസും എൻ്റെ ക്വാളിഫിക്കേഷൻസും എന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആക്കുമെന്ന്, യോജിച്ച ഒരാളാക്കുമെന്ന്. As a highly motivated and dedicated individual, I possess a postgraduate degree in commerce. കണ്ടോ, ഞാനൊരു ഹൈലി മോട്ടിവേറ്റഡ് ഡെഡിക്കേറ്റഡ് ആളാണ്. എനിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട് കൊമേഴ്സിൽ. അതായത് നമ്മളുടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേഷനാണ്, പക്ഷേ ഇവിടെ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെന്നാണ് എഴുതിയേക്കുന്നത്. അതിനൊക്കെ കൂടുതലുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അത് സെയിൻറ്റ് ആൽബർട്ട്സ് എന്നുള്ള കോളേജിൽ നിന്നാണ് എടുത്തേക്കുന്നത്, മെൻഷൻ ചെയ്തു. വിത്ത് എ സ്പെഷ്യലൈസേഷൻ ഇൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതുമാത്രമല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ സ്പെഷ്യലൈസേഷനും ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. കാരണം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഈ ജോബിന് ആവശ്യമാണ് എന്ന് ആ ഒരു അഡ്വർടൈസ്മെൻറ്റിലുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു ഇത് കൊടുത്തത്. My academic background has provided me with a strong foundation in additional skills in computer, which I have further developed through my professional experience. അതുമാത്രമല്ല കമ്പ്യൂട്ടറിലും എനിക്ക് സ്കിൽസ് ഉണ്ട്. അത് ഞാൻ അക്കാഡമിക്കലി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതുമാത്രമല്ല ജോബ് ചെയ്യുമ്പോഴും കൂടി ഡെവലപ്പ് ചെയ്തെടുത്ത സ്കില്ലാണ്. I can handle ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് മലയാളം. എനിക്ക് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും കൈകാര്യം ചെയ്യാൻ പറ്റും. ഹിന്ദിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം സമാൻ ഒരു എന്താ പറയുക, നോർത്ത് ഇന്ത്യയിലുള്ളൊരു ഗ്രൂപ്പാണ്, അതുകൊണ്ടാണ്
ഹിന്ദിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയേക്കുന്നത്. ഐ എം എക്സൈറ്റഡ് അബൌട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് മൈ സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് ടു ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഷെയർസ് മൈ വാല്യൂസ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് ഞാൻ എക്സൈറ്റഡ് ആണ്. എൻ്റെ സ്കിൽസും എക്സ്പീരിയൻസും എല്ലാം ഷെയർ ചെയ്യാനായിട്ട്. ഐ ഹാവ് അറ്റാച്ച്ഡ് മൈ റെസ്യൂമി. ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ റെസ്യൂമിയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വിച്ച് പ്രൊവൈഡ്സ് മോർ ഡീറ്റെയിൽസ് അബൌട്ട് മൈ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. അതിൽ എൻ്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഐ വുഡ് വെൽക്കം ദി ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് മൈ ആപ്ലിക്കേഷൻ ആൻഡ് ഹൗ ഐ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു യുവർ ഓർഗനൈസേഷൻ. അപ്പോൾ നിങ്ങളുടെ റിപ്ലൈ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്നെ വിളിക്കുമല്ലോ, അപ്പോൾ ആ ഒരു റിപ്ലൈ ഞാൻ വെൽക്കം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതാണ് ഒരു മോഡൽ ഓഫ് ജോബ് ആപ്ലിക്കേഷൻ. എൻ്റെ ചെയ്യുമ്പോൾ കൺക്ലൂഷൻ എങ്ങനെയാണ്? താങ്ക് യു ഫോർ കൺസിഡറിങ് മൈ ആപ്ലിക്കേഷൻ. ഐ ലുക്ക് ഫോർവേഡ് ടു ദ ഓപ്പർച്യൂണിറ്റി ടു ഡിസ്കസ് ദിസ് ഫർദർ. അപ്പം നിങ്ങൾ എന്നെ വിളിക്കും, അത് ഞാൻ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു നോട്ടിലാണ് ജോബ് ആപ്ലിക്കേഷൻ എൻ്റെ ചെയ്തേക്കുന്നത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി സൈൻ. പേര് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? YOURS എന്നാണ്. ചിലവർ എഴുതി വരുമ്പോൾ YOUR കഴിഞ്ഞിട്ട് മുകളിലൊരു കോമ ഇടും. അങ്ങനെ ചെയ്യരുത്. യുവേഴ്സ് എന്ന് പറയുമ്പോൾ YOURS എന്ന് എഴുതാം, കോമ വേണ്ട. ഓക്കെ, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി സൈൻ ചെയ്യുന്നു, പേരെഴുതുന്നു. ദിസ് ഈസ് ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ. ഇനി നമുക്ക് റെസ്യൂമി നോക്കാം. ഇതാണ് റെസ്യൂമി. കോൺടാക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാം. പേര് വേണം, അഡ്രസ്സ് വേണം, ഫോൺ നമ്പർ, ഇമെയിൽ ID, ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം. ഒബ്ജക്റ്റീവ് നോക്കിയേ, ടു സെർവ് ദി സൊസൈറ്റി. സൊസൈറ്റിക്ക് ഒരു സേവനം എന്നുള്ള രീതിയിലാണ്. നാഷണാലിറ്റി ഇന്ത്യൻ, സെക്സ് ഫീമെയിൽ, മാരിറ്റൽ സ്റ്റേറ്റസ് കല്യാണം കഴിഞ്ഞതാണോ അല്ലയോ എന്നുള്ളത് ഇവിടെ സിംഗിൾ കൊടുത്തു. എഡ്യൂക്കേഷൻ നോക്കിയേ, എഡ്യൂക്കേഷൻ എഴുതുമ്പോൾ അവസാനം പഠിച്ച കോളേജിൻ്റെയോ സ്കൂളിൻ്റെയോ പേരാണ് ആദ്യം എഴുതേണ്ടത്. ഇവിടെ കണ്ടോ, ഞാൻ MCOM ആണ് ആദ്യം എഴുതിയിട്ടുള്ളത്. MCOM MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. 2021 പാസ്ഡ് ഔട്ട് ആയത്. 60% മാർക്സ് ഉണ്ട്. അതിൻ്റെ താഴെ BCom കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു കോളേജിൽ നിന്നാണ്. 2019 പാസ്ഡ് ഔട്ടായി. 65% ഉണ്ട്. പിന്നെ +2 കേരള ബോർഡാണ്. 2016 പാസ്ഡ് ഔട്ട് ആയത്. 80% മാർക്സ് ഉണ്ട്. SSLC കേരള ബോർഡിൻ്റെയാണ്. 2014 പാസ്ഡ് ഔട്ടായി. 90 മാർക്സ് ഉണ്ട്. ഇത് നോക്കിക്കേ, SSLC കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോഴാണ് +2 കഴിഞ്ഞിട്ട് 3 വർഷം കഴിയുമ്പോഴാണ് ഡിഗ്രി കിട്ടുക. ഡിഗ്രി കഴിഞ്ഞ് 2 വർഷത്തിലാണ് PG തീരുക. ഈ ഒരു ഐഡിയ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ എക്സ്പീരിയൻസ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നമ്മൾ ജോബ് ആപ്ലിക്കേഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു എറർ പറ്റിയതാട്ടോ. 2 years ആയിപ്പോൾ 3 years ആണ് വേണ്ടത്. 3 years ആസ് ജനറൽ മാനേജർ ഇൻ KSE കമ്പനി. ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേര് വെറുതെ എഴുതിയാൽ മതി. അവിടെ ജനറൽ മാനേജറായിട്ട് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ എഴുതുക. അല്ലെങ്കിൽ വേറെ 1-2 കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓരോ വർഷം വെച്ച് ഇന്ന കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നും എഴുതിയാലും മതി. ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേറ്റഡ് ഇൻ കോളേജ് കൾച്ചറൽ ഫെസ്റ്റിവൽസ്. കോളേജിലെ കൾച്ചറൽ ഫെസ്റ്റിവലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു. വോളണ്ടിയർഡ് ഫോർ കമ്മ്യൂണിറ്റി സർവീസ് പ്രൊജക്ട്സ്. കമ്മ്യൂണിറ്റി സർവീസിൽ റിലേറ്റഡ് കാര്യങ്ങളിലൊക്കെ വോളണ്ടിയർ ആയിരുന്നു. മെമ്പർ ഓഫ് കോളേജ് ഡിബേറ്റിംഗ്. കോളേജിലെ ഡിബേറ്റ് ടീമിലെ മെമ്പറാണ്. ഇതൊക്കെയാണ് ആക്ടിവിറ്റീസ്. ഇനി അച്ചീവ്മെൻറ്റ്സ്. എവിടെയൊക്കെയാണ് പ്രൈസൊക്കെ കിട്ടിയിട്ടുള്ളത്? വോൺ ഫസ്റ്റ് പ്രൈസ് ഇൻ കോളേജ് essay റൈറ്റിംഗ് കോമ്പറ്റീഷൻ. essay റൈറ്റിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സെക്യൂർഡ് ഡിസ്റ്റിങ്ഷൻ ഇൻ MA എക്സാമിനേഷൻ. MA അല്ല, നമ്മളിവിടെ MCOM ആണ് കേട്ടോ. കാരണം നമ്മുടെ ആൾ BCom MCom ഒക്കെ ചെയ്തിട്ട് ഉള്ള ആളാണ്. സോ MCOമിന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്കിൽസ് നോക്കിക്കേ, കമ്മ്യൂണിക്കേഷൻ, ടീം വർക്ക്, ലീഡർഷിപ്പ്, ടൈം മാനേജ്മെൻറ്റ്, പ്രോബ്ലം സോൾവിങ്. കണ്ടോ, ഇതെല്ലാം സ്കിൽസിൽ നമുക്ക് എഴുതാം. പിന്നെ ലാംഗ്വേജസ് നോൺ, ഇംഗ്ലീഷ് എന്തായാലും എഴുതാം, ഹിന്ദി ആൻഡ് മലയാളം. ഓക്കെ, ഇതിപ്പോൾ ഈ ചാപ്റ്റർ ബേസിസിലായതുകൊണ്ട് ഹിന്ദി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എഴുതാം. മിക്കതിലും എനിക്ക് തോന്നുന്നു ഹിന്ദി എന്തായാലും വേണ്ടി വരും എന്ന്. ഓക്കെ, ഇൻട്രസ്റ്റ്, എനിക്ക് എന്തിനൊക്കെയാണ് താല്പര്യം നോക്കുകയാണെങ്കിൽ റീഡിങ്, റൈറ്റിംഗ്, ട്രാവലിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫി. സോ ഇതാണ് ഇൻട്രസ്റ്റിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് റെഫറീസ് കൊടുക്കാം. റെഫറീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പറ്റി അന്വേഷിക്കാൻ പറ്റിയ 2 ആളുകളുടെ ഡീറ്റെയിൽസ്. ഇവിടെ നോക്കിക്കേ, ആൽവിൻ ജോസ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൊമേഴ്സ്, സെയിൻറ്റ് ആൽബർട്ട്സ് കോളേജ്, എറണാകുളം. ചുമ്മാ ഒരു പേര് എഴുതിയതാണ് കേട്ടോ. അതേപോലെ പോൾ വിൻസെൻറ്റ്, പ്രിൻസിപ്പാൾ GHSS എറണാകുളം. അങ്ങനെ ഒരു പേര് കൊടുക്കാം.
ഏതെങ്കിലും 2 ആളുടെ പേര് കൊടുക്കാം. നമ്മൾ പഠിച്ച സ്കൂളിലെയോ കോളേജിലെ ആളുകളുടെ പേര് കൊടുക്കാം. അതിൻ്റെ താഴെ ഡിക്ലറേഷൻ. ഐ ഡിക്ലെയർ ദാറ്റ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇസ് ട്രൂ ആൻഡ് ആക്യുറേറ്റ്. ഞാൻ ഡിക്ലെയർ ചെയ്യാണ്, ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാനും സത്യമാണ്, അതേപോലെ കൃത്യമാണ്. പ്ലേസ് കൊച്ചിൻ, ഡേറ്റ് 12 ഫെബ്രുവരി 2025, സൈൻ ചെയ്യണം, പേരെഴുതുക. കണ്ടോ, ഇതാണ് ഒരു റെസ്യൂമിയുടെ ഫോർമാറ്റ്. സോ നമ്മൾ ആദ്യം ജോബ് ആപ്ലിക്കേഷൻ്റെ ഫോർമാറ്റാണ് നോക്കിയത്. അതിനുശേഷം റെസ്യൂമിയുടെ അതിൻ്റെ കൂടെ തന്നെ അറ്റൻഡ് ചെയ്യുന്നതാണ് റെസ്യൂമി, അതിൻ്റെ ഫോർമാറ്റും നോക്കി. ഇത് രണ്ടും എന്തായാലും പഠിക്കണം. 8 മാർക്സ് നിങ്ങൾ വെറുതെ കളയരുത്, ഇത് പഠിക്കാതിരിക്കരുത് കേട്ടോ. പിന്നെ ജോബ് ആപ്ലിക്കേഷൻ മാത്രം എഴുതിയിട്ട് 8 മാർക്ക് കിട്ടില്ല. 8 മാർക്സ് കിട്ടണമെങ്കിൽ ജോബ് ആപ്ലിക്കേഷനും റെസ്യൂമിയും കൂടെ എഴുതണം കേട്ടോ. ഇത് പഠിച്ചാൽ മതി, എളുപ്പമാണിത്. ഇത് നന്നായി പഠിക്കുക. 8 മാർക്സ് ഇതിൽ നിന്ന് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.